തങ്ങളോട് ഈ മുജാഹിദ് ജമാഅത്ത് പോലത്തെ പുതിയ കൂട്ടക്കാർക്കൊന്നും മരിച്ചോടത്ത് ഓതാൻ പറ്റൂല. പറ്റുമോ? ഇവിടെയൊക്കെ ഒരു മരിച്ചോടത്ത് ഓതലുണ്ടോ? ഓരോ പ്രധാനപ്പെട്ട ഒരു ബാധ ഏത് ഓതാൻ പറ്റൂല? മരിച്ചോടത്ത് ഓതാൻ പറ്റൂല. മരിച്ചാ ഖുർആൻ ഓതാൻ പറ്റുമോ? പറ്റൂല. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചട്ടെ. ഈ സഭയിൽ ഇപ്പൊ ഒരാൾ വന്നിട്ട് പറയാണ് നമ്മളെ മഹല്ലത്തിലെ ഇന്ന ആള് മരിച്ചിക്കണെന്ന് പറഞ്ഞു. അത് കേട്ടാ നിങ്ങളൊക്കെ എന്താ പറയാ? പറയണേ പറഞ്ഞോളി. നിങ്ങളൊക്കെ എന്താ പറയാ? അത് ഖുർആനാണോ? അല്ലേ? ഇപ്പൊ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അത് ഖുർആനാണോ? അല്ലേ? ആണ്. അപ്പൊ ഒരു മുജാഹിദ് മരിച്ചു എന്ന് കേട്ടാ ഇന്നാലില്ലാഹി ചെല്ലാൻ പറ്റുമോ? പറ്റൂലേ? നിങ്ങൾ ഇന്റെ മേത്തേക്ക് എടുക്കല്ലേ? ഞാൻ ഓര് പറയണത് നിങ്ങൾ ആദ്യം കേൾപ്പിച്ചിരിക്കണം. ഇവിടെ മരിച്ചാ ഖുർആൻ ഓതുവോ? ഇവര് മരിച്ചാ ഖുർആൻ ഓതുവോ? മരിച്ചാ ഖുർആൻ ഓതാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഇനി ഇവരൊക്കെ മരിച്ചു എന്ന് കേട്ടാ ഇന്നാലില്ലാഹി ഓതാൻ പറ്റുമോ? പറ്റൂലേ? ഇത് ചെല്ലൽ എപ്പോഴാ? മരിച്ചതിന് പിറ്റേന്നോ തലേന്നോ? അപ്പൊ നമ്മൾ ഈ മുജാഹിദ് ജമാഅത്തിനൊക്കെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഒരു ഇന്നാലില്ലാഹി ആണ് ചെല്ലുക. അപ്പൊ എന്തേന്ന് വെച്ചാൽ പറയാം, മരിച്ചാ ഏതായാലും ചെല്ലാൻ പറ്റില്ല, അപ്പൊ എന്നെ കണ്ടപ്പോ ചെല്ലിയെന്നുള്ളൂ എന്ന് പറയും. നിങ്ങൾ ആലോചിച്ചൊക്കെ, നമ്മളിപ്പോ ഇല്ലാത്തത് ഓർമ്മപ്പെടുത്തണ്ട. മരിച്ചാ ഓതാൻ പറ്റുമോ? ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ മരിച്ചാ ഖുർആൻ ഓതാത്തത്? മരണ വാർത്ത സ്വീകരിക്കൽ തന്നെ ഖുർആനോട് കൂടെയാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലേ? ഇനി മരിച്ച വീട്ടിലൊക്കെ ഓത്താണ്. മയ്യത്ത് എടുക്കുമ്പോ യാസീൻ. മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ ഏതാ ഓതുക? അൽ ഫാത്തിഹ ഖുർആനാണ് ഓതേണ്ടത്. ഇനി മയ്യത്ത് നമ്മൾ മൂട് വെച്ചു, ഖബറിലേക്ക് വെച്ചു. അവസാനത്തെ യാത്രയപ്പാണ് ഏത്? മൂട് കല്ല് വെച്ചിട്ട് ഒരു പൊടി മണ്ണ് വാരിയിടണം. ഇല്ലേ എല്ലിങ്ങാനാട്ടില് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും. തങ്ങളോട് ഈ മുജാഹിദ് ജമാഅത്ത് പോലത്തെ പുതിയ കൂട്ടക്കാർ